കെടാത്ത കനലുകൾ. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കാലം വായിക്കാത്ത അനുഭവങ്ങളും ജീവിതയാത്രയിൽ ചേർത്തുവെച്ച ഓർമ്മച്ചെപ്പുകളുമാണ് ഓരോ മുതിർന്ന പൗരൻ്റെയും സമ്പാദ്യം. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. ലക്ഷദ്വീപ് ഗവൺമെൻറ്റിന് താഴെ വിവിധ തസ്തികകളിലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതാനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഔദ്യോഗിക ജീവിതാനുഭവങ്ങളും ദ്വീപിൻ്റെ പഴയകാല ജീവിത രീതികളും അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നു. അതോടൊപ്പം അദ്ദേഹം തൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ആവേശമുണർത്തുന്ന ആദ്യകാല ടൂർ യാത്രയിലെ വിശേഷങ്ങളും ഈ പരിപാടിയിലൂടെ ഓർത്തെടുക്കുകയാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ മനോഹരമായ ഏടുകളിലേക്കും ശ്രീ മുഹമ്മദ് ആലിപ്പുരയുടെ യാത്രാനുഭവങ്ങളിലേക്കും നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. വരൂ, കെടാത്ത കനലുകളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ആലിപ്പുര, കവരത്തി. 1958 ഇവിടെ LD ടെസ്റ്റ് വന്നതിന് ശേഷം ഞാൻ ടെസ്റ്റ് എഴുതി. അതിൽ 9ാമത്തെ സെലക്ഷനായിട്ട് എനിക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടി. പിന്നെ അവിടെ നിന്ന് പ്ലാനിങ് സെക്ഷനിൽ LDC ആയിട്ട് ജോലി കയറുകയും അവിടെ നിന്ന് 7 വർഷത്തിന് ശേഷം UDC ആയിട്ട് പ്രൊമോഷൻ കിട്ടി. ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്തു. 1997 രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് പേയ്മെൻ്റ് അക്കൗണ്ട്സിൽ പോയി. പിന്നീട് ഞാനൊരു ചെറിയ കേസുകളിലൊക്കെ അകപ്പെട്ട് അതിൻ്റെ എൻക്വയറിയൊക്കെ കഴിഞ്ഞ് 2016 എനിക്ക് പ്രൊമോഷൻ സൂപ്രണ്ടായിട്ട് ലഭിക്കുകയും ചെയ്തു. ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട പല വകുപ്പുകളിലും ജോലി ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തവള് ഷമീല കെ, MSc ആയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോള് TTCയിൽ സെലക്ഷൻ കിട്ടി. ഈ അടുത്ത ദിവസം ഗവൺമെൻറ് JB സ്കൂൾ ഈസ്റ്റിൽ ടീച്ചറായിട്ട് കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്തു. മൂന്നാമത്തെ മകൻ ഡിഗ്രി പഠിച്ച് അതേ വീട്ടിലിരിക്കുന്നുണ്ട്. ഭാര്യ ജമീല കുന്നേൽ, അവർക്ക് ഇപ്പോൾ ഒരു 56 വയസ്സായി. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും യാത്രയുടെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു നിമിഷത്തിൽ ഒരു ഓർമ്മ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ പങ്കുവെക്കാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ അകാല നിര്യാണമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം സമ്മാനിച്ചത്. ഹമീദ് കോലിയപ്പുര. അദ്ദേഹം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. അത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും? നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെക്കുറിച്ചോ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ അന്ന് പഠിച്ച് ഈ നിലയിലെത്തി. ഞാൻ ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ എവിടെയായിരുന്നു നേടി? കരയിലാണ്? എൻ്റെ വിദ്യാഭ്യാസം കവരത്തിൽ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ് GHS കവരത്തിൽ തന്നെയാണ് പഠിച്ചത്. 10ന് ശേഷം പഠിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അങ്ങനെ പഠനം ഒഴിവാക്കി. ദ്വീപിലെ ഓരോരുത്തർക്കും, ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും പറയാനുണ്ടാവുക യാത്രയെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയായിരുന്നു അന്ന് യാത്രകൾ ചെയ്തിരുന്നത്. യാത്രയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്താണ് പറയുന്നത്? യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി 9ലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ അന്ന്
ഇസ്ബുൽ ബഹർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ആദ്യമായിട്ട് യാത്ര ചെയ്തത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കപ്പൽ യാത്രയും അതും ഒരു വിദേശ കപ്പലിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആ കപ്പലിലുള്ള സവിശേഷതകളൊന്നും പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അവിടെ നിന്ന് കവറത്തിയിൽ നിന്ന് കയറി കൊച്ചിയിലെത്തി ഒരു ഭൂഖണ്ഡം കാണുന്ന പോലെയുള്ളൊരു അനുഭവമായിരുന്നു അന്ന്. അങ്ങനെ ടൂറിൽ മൈസൂർ, തേക്കടി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇടയായി. അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു അനുഭവമാണ്. ടൂറിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ടൂറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദ്വീപിലെ അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടായിരിക്കും ഉപ്പയുമ്മയൊക്കെ വേർപിരിഞ്ഞ് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രയിൽ ആദ്യത്തെ അനുഭവം ചോദിക്കുമ്പോൾ ആദ്യം യാത്ര ചോദിച്ച് വീടുകളിൽ യാത്ര പോവുക, ആ ഒരു അനുഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയുക? അന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ദുഃഖങ്ങളോ ഇതൊന്നുമില്ല, ഒരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഡൽഹി, ആഗ്ര, അതുപോലെ അജ്മീർ, കാശ്മീർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് ഔദ്യോഗികമായിട്ട് തന്നെ പല ചാൻസും കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ ഞാൻ ഡൽഹിയിൽ 3 പ്രാവശ്യം പ്ലാനിംഗ് കമ്മീഷന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുത്ത, എന്നാലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കഴിയുന്നില്ല. ഇനി ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഞാനിപ്പോൾ എല്ലാ ജീവിതത്തിൽ വളരെ സംതൃപ്തനാണ്. എനിക്ക് നേടാനുള്ളതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. ഇനി ദീർഘ ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റേഡിയോയുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ റേഡിയോനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്താണ്? റേഡിയോ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമായിരുന്നു. അതിൽ വാർത്ത കേൾക്കാനും ചലച്ചിത്രഗാനം കേൾക്കാനും വളരെയധികം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും പഴയ കാലത്തിലുള്ള ചലച്ചിത്രഗാനങ്ങളും പ്രാദേശിക വാർത്തകളും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റേഡിയോ ആദ്യമായിട്ട് കേട്ടത് എവിടുന്നാണ്? റേഡിയോ കേട്ടത് എൻ്റെ ബാപ്പയുടെ വീട്ടിൽ വെച്ച്. അത് നാഷണൽ പനാസോണിക് എന്ന റേഡിയോ ആ പ്രദേശത്ത് വരണേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ബാപ്പയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ കാലങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആകാശവാണി കവറത്തി എപ്പോഴും ട്യൂൺ ചെയ്ത് പ്രാദേശിക വാർത്ത അതുപോലെ ദ്വീപ് പരിപാടികൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. പഴയ കാലത്തെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊപ്ര വെട്ടൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളും, വിവാഹ ചടങ്ങുകൾ, ഇതിലൊക്കെ നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് കവറത്തി സംബന്ധിച്ചിടത്തോളം വിവാഹവും അതുപോലെ പഴയ കാലങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി എല്ലാവരും സഹകരിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. അവിടെ സ്വന്തം വീട്ടിൽ ഒരു പരിപാടി വരുമ്പോൾ അയൽവാസികളും അതുപോലെ കൂട്ടുകുടുംബങ്ങളും എല്ലാം വന്ന് നമുക്കൊന്നും നോക്കേണ്ടതില്ല, നമുക്കൊന്ന് നേതൃത്വം വഹിച്ചാൽ മതി, അത്തരത്തിലുള്ള സഹകരണങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പോൾ ഈ കൊപ്ര വെട്ടുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു സീസണിൽ വരുന്നതാണ്. ആ കൊപ്ര വെട്ടുന്ന ചടങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? സ്കൂൾ വിട്ട് വന്നാൽ പാരക്കോലും എടുത്ത് കടപ്പുറത്ത് പോവുക, അവിടെ നിന്ന് തേങ്ങ വെട്ടി പൊങ്ങും അതുപോലെ മറ്റുള്ളത് കഴിക്കാൻ വളരെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊപ്ര വെട്ടി അത് ഉണക്കി കഴിയുന്നവരെ കടപ്പുറത്ത് പോയി ഉറങ്ങി അതിനെയും കാത്ത് ഉറങ്ങി മഴ പോലത്തെ എല്ലാം വരുന്നതൊക്കെ നോക്കി രാത്രി ഉറക്കമൊഴിച്ചൊക്കെ കാത്തിരിക്കാറുണ്ടായിരുന്നു. കടലുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ എന്ത് പറയും? കടലിൽ മീൻപിടുത്തം ഞാൻ അങ്ങനെ പോകാറില്ല. എന്നാലും ചെറിയ വലകൾ കൊണ്ട് കല്ല് മൂടാനും അതുപോലെ കൂട്ടമായിട്ട് 5-6 പേർ ചേർന്ന് ആട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ രാത്രിയിൽ ഉറക്കമൊഴിച്ചൊക്കെ തെക്കുംതല മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ കടപ്പുറം വരെ ആട്ടി മീൻ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ ആട്ടുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആട്ടാൻ പോയത്, അതിനെക്കുറിച്ച് പറയാൻ പറ്റും? ആദ്യമായിട്ട് ആട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്ന് വല ഉള്ള ഒരു വീട്ടുകാരുടെ കൂടെ പോയി, ഞങ്ങൾ 6-7 പേരുണ്ടാവും. 2 പേര് ആഴത്തിൽ വല വെച്ചിട്ട് ഞങ്ങൾ 5-6 പേര് വടിയും കൊണ്ട് അടിച്ച് ഓടിച്ച് വലയുടെ അടിഭാഗം എടുത്ത് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ആട്ടാൻ പോകൽ. ആ ഒരു അനുഭവം എപ്പോഴും മനസ്സിലുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ച് ചെയ്താലും നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ആകാശവാണിയോട് എന്താ ഇനി പറയാനുള്ളത്? ആകാശവാണി കവറത്തി പ്രത്യേകിച്ച് ഞാൻ ശ്രോതാവെന്നുള്ള നിലയിൽ ഇനിയും നല്ല നല്ല അഭിമുഖങ്ങളും അതുപോലെ പലരുടെയും യാത്രാനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിയും തുടരട്ടെ എന്നാണ് എനിക്ക് പ്രത്യാശയുള്ളത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ആകാശവാണി കവരത്തിയോടും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ മനസ്സു തുറക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ സംസാരിച്ചത് കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് ആലിപ്പുരയാണ്. മറ്റൊരാളുടെ അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.